ഇന്ന് രാവിലെ ദൈവം കൽപ്പിച്ചു, ഹല്ലേലൂയ, എന്റെ ദാസൻ എന്റെ ദാസി ഇത് ആരാധന കടന്നു പോകുന്നു, തടയുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും സ്വർഗം ആജ്ഞ അയക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ദൂതന്മാരെ അയക്കുന്നു. പ്രാർത്ഥിക്കുക, 20 ദിവസത്തെ ഉപവാസമാണ്. അവസാനം ദൈവം എന്ന് പറയുക, നീ അറിഞ്ഞു കാണത്തില്ല, കഴിഞ്ഞ 21 ദിവസം നീ ഇവിടെ മുട്ടയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു. ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖായേൽ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭുവുമായി സാത്താനുമായി പടവെട്ടുകയായിരുന്നു. ദൈവവേദനയിലെ നിന്റെ ഓരോ പ്രാർത്ഥനയുടെ മുകളിൽ ദൈവത്തിന്റെ ആജ്ഞകൾ നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളായ ദൂതന്മാർ ആത്മാവിൽ നമുക്ക് വേണ്ടി പോരാടുന്നത് നാം കാണണം. നാം തനിയല്ല. ശിഷ്യന്മാർ പറയുന്നു, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി, അല്ലെങ്കിൽ ഭൂതങ്ങളെ കീഴടങ്ങുന്നു. യേശു പറയുന്നു, സാത്താൻ മിന്നൽ പോലെ വെട്ടേറ്റു വീഴുന്നത് ഞാൻ കണ്ടു. എന്താ കാരണം? സ്വർഗം നിനക്ക് വേണ്ടി ആജ്ഞ അയക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ദൈവവചനം നമുക്ക് വേണ്ടി എഴുതപ്പെട്ട വചനത്തിനായി ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യാം. ജഡമായി ജീവനായി ലോകത്തിൽ അത് മനസ്സിലായില്ല. പഴയ വിശുദ്ധന്മാർ ഇന്ന് സ്വർഗത്തിലിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭാവനയെ കാണുകയാണ്. ഞാൻ നിങ്ങളും വചനം വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കി ചെയ്യുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ ഭാവനയാണ്, ഉപദേശം മുന്നോട്ട് വന്നേക്കല്ലേ, സ്തോത്രം, അവരിങ്ങനെ പറയുമായിരിക്കും. ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം വല്ലപ്പോഴും ഓരോ വാക്ക് നമ്മളോട് പറഞ്ഞു. നോക്കൂ, താഴെ ഇരിക്കുന്ന പുതിയ വിശുദ്ധന്മാരെ അല്ലെങ്കിൽ രാവും പകലും ഇത് അവരുടെ കൈവശം കൊണ്ട് നടക്കുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ദൈവമക്കളെ, വചനം പ്രമാണിക്കുവാൻ ലഭിച്ച ഭാഗ്യത്തിനായ സ്തോത്രം. ഇത് വായിക്കുവാൻ ലഭിച്ച ഭാഗ്യത്തിനായ സ്തോത്രം. വായിച്ച് കേൾപ്പിക്കുവാൻ ലഭിച്ച ഭാഗ്യത്തിനായ സ്തോത്രം. ഭവനത്തിനകത്ത് വചനം ഉച്ചത്തിൽ വായിക്കണം. കുഞ്ഞുങ്ങൾ കേൾക്ക വായിക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ട് വാക്യം വായിപ്പിക്കണം. അല്ലെങ്കിൽ ഹൃദയത്തിനകത്ത് വചനം വായിക്കണം. ഇത് എഴുതപ്പെട്ട വചനം ജീവനുള്ള മാംസമാണെന്ന് ഓർക്കണം. ഇത് മാംസമാണ്, ദൈവത്തിന്റെ മാംസമാണ്. ഫ്ലഷ്, വചനം ജഡമായി തീർന്നതാണ്. ഇന്ന് രാവിലെ അത് ലോഗോസാണ്. ചതഞ്ഞരഞ്ഞ ഡോക്മ പോലെ വാരിക്കളയുന്ന ഗാർബേജ് അല്ല ദൈവവചനം. ഇതെനിക്ക് പ്രയോജനമില്ലെന്ന് പറഞ്ഞ് മാറ്റി വെക്കാനുള്ളതല്ല. എല്ലാ വാക്യവും ഇതിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയണം. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയണം. ശക്തമായി വിളിച്ചു പറയണം. കഴിയുമെങ്കിൽ ഒരു സങ്കീർത്തനത്തിന്റെയോ ഒരു സദൃശവാക്യത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്യമെങ്കിലും വായിച്ചിട്ടേ ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കാവൂ. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് പല സോഴ്സും ഉണ്ടല്ലോ വചനം കേൾക്കുവാൻ. ഏതെങ്കിലും ഗ്യാസറ്റിൽ കൂടെ വാട്ടർ കേരളിയ ദൈവവചനം കേട്ടുകൊണ്ട് വേണം പോകുവാൻ. ജീവനുള്ള വചനം, അല്ലെങ്കിൽ ചൈതന്യമുള്ള വചനം, ആ വചനത്തോടെ നിലനിർത്തുന്ന വചനമാണ്. അത് നമ്മെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവത്തിന്റെ അരുളപ്പാടുകൾക്കായി സ്തോത്രം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പഴയ പ്രവാചകന്മാർ പറയുന്ന പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു. ഇതാ വചനം കേട്ടുകൊള്ളുക, ഇതാ നിന്നോടുള്ള ദൂത് കേട്ടുകൊള്ളുക, നിന്നോടുള്ള ആലോചന കേട്ടുകൊള്ളുക. പറഞ്ഞവന്റെ വലിപ്പം ആ വാക്കിന്റെ വലിപ്പം, പറഞ്ഞവന്റെ അധികാരം ആ വാക്കിന്റെ അധികാരം. ഇന്ന് പകൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ദൂതുകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ജീവനുള്ള ചൈതന്യമുള്ള ആത്മാവിനെ, പ്രാണനെ, സന്ധി മജ്ജകളെ, ഹൃദയത്തിന്റെ ചിന്തകളെ, ഭാവനകളെ ജീവന്റെ വചനം അത് പ്രമാണിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ നമ്മൾ പാടിയതുപോലെ ദൈവത്തെ സ്തുതിപ്പാനും സ്നേഹിപ്പാനും ആരാധിപ്പാനും കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. This week onwards, I'm going to preach from a particular chapter, the Hebrew chapter 11. ഈ ആഴ്ച മുതൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. I know that we are learning from the book of Hebrew in the Sunday school. Sunday school നമ്മൾ എബ്രായ ലേഖനമാണ് പഠിക്കുന്നത് എനിക്കറിയാം. That's the way I'm going. I don't think that I can finish that chapter, come to the chapter 11 within 2 or 3 years. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തുടർന്നാൽ എനിക്കറിയാം അടുത്ത 2-3 വർഷത്തിനകം എനിക്ക് 11-ാം അധ്യായം വരാൻ സാധിക്കത്തില്ലെന്ന് അറിയാം. I want to preach that early. അതുകൊണ്ട് അതിൽ നേരത്തെ നിർണ്ണയിക്കാൻ താല്പര്യപ്പെടുക. God has given me a message in about chapter 11 long years back. വളരെ വർഷങ്ങൾക്ക് മുൻപ് 11-ാം അധ്യായത്തിൽ നിന്ന് ദൈവം എനിക്ക് ആലോചന നൽകിയിരുന്നു. And every year I was polishing and sharpening the messages, and God has given me 40 messages. ആ അധ്യായം വളരെ കാലങ്ങൾ കൊണ്ട് ഞാൻ മിനുക്കിയെടുത്ത് വളരെ പ്രയോജനപ്പെടുത്തി നല്ല 40 പ്രസംഗങ്ങൾ നൽകിയിട്ടുണ്ട്. So next 40 weeks we'll be hearing from the same chapter. അതുകൊണ്ട് അടുത്ത 40 ആഴ്ചകൾ നമ്മൾ ഈ ഇതേ അധ്യായത്തിൽ നിന്ന് ശ്രദ്ധിക്കാൻ പോകുകയാണ്. I believe that if God's coming time, by that time this year will finish. ദൈവത്തിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ അത് ഈ വർഷം കൊണ്ട് തീരും. So we are going to meditate from the book of Hebrew 11 this week almost. അതുകൊണ്ട് ഈ ആഴ്ച മുതൽ നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം all chapters speak about how we can put our faith into action.
ഈ അധ്യായം മുഴുവൻ പറയുന്നത് നമ്മുടെ വിശ്വാസം എങ്ങനെ പ്രവർത്തിയിൽ കൊണ്ടുവരാമെന്നാണ്. We are so delighted to be called as believers. വിശ്വാസികളെന്ന് വിളിക്കുന്നത് നമ്മളെല്ലാം വളരെ സന്തോഷമുള്ളവരാണ്. I born and brought up in a pastor's family, so I know a lot of old terms concerning this faith. ഞാനൊരു പാസ്റ്ററുടെ ഭവനത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് വിശ്വാസം എന്ന വാക്കുകൊണ്ട് എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത് എനിക്കറിയാം. We used to mention many things related to faith. അതുകൊണ്ട് വിശ്വാസത്തെ ആസ്പദമാക്കി പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. The believers used to call the pastor's house or the church faith hall. പാസ്റ്ററുടെ വീടിനെ സാധാരണ വിശ്വാസികളുടെ വിശ്വാസ ഭവനം എന്ന് പോലും വിളിച്ചിട്ടുണ്ട്. I know that I lived in Parsonage for 18 years. ഞാൻ 18 വർഷക്കാലം പാസ്റ്ററിലാണ് താമസിച്ചത്. One room parsonage, two room parsonage, no room parsonage. We lived in that. റൂമില്ലാത്തതും ഒരു റൂമുള്ളതും രണ്ട് റൂമുള്ളതും ഒക്കെ പാസ്റ്റേജ്. So the believers believe that the pastor and families totally live upon faith. വിശ്വാസികളൊക്കെ അതുകൊണ്ട് പാസ്റ്ററും ഫാമിലിയും പൂർണ്ണമായി വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്കറിയാം. That's all the believers are doing, that we live upon faith. അങ്ങനെയാണ് വിശ്വാസം, എല്ലാ വിശ്വാസികളും അങ്ങനെയാണ് വിശ്വാസം ജീവിക്കുന്നത്. That's our base also. That's why in the book of Habakkuk chapter 2 verse 4 we read that the just shall live by faith. അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഹബക്കൂക്കിന്റെ 2-ാമത്തെ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്താൽ ജീവിക്കും. So we know many of things concerning faith. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തെക്കുറിച്ച് പല കാര്യങ്ങളും അറിയാം. So if we have some bad in our life, we say that it's the faith. The problem we call that to be our faith warriors. നമ്മുടെ പ്രയാസങ്ങൾ ലക്ഷണം വരുമ്പോൾ നമ്മൾ വിശ്വാസവീരമാണെന്ന് പറയും. Prayer of faith, faith word, we know many things like that. പ്രാർത്ഥന വീരന്മാര് വിശ്വാസത്തിൽ പല കാര്യങ്ങൾ നമുക്കറിയാം. So this week we are going to think about what is the definition of faith. ഈ ആഴ്ച നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശ്വാസം എന്നാൽ എന്താണ്. We are so delighted, as I said, we are so delighted to call us the believers. വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്നത് നമുക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. Usually I preach that many of the times we are not find exact faith in our life. Yes, in our life. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ യഥാർത്ഥമായ വിശ്വാസത്തിലല്ല പോകുന്നത്. We are believers, but very last faith in our life. നമ്മൾ വിശ്വാസികളാണ്, എന്നാൽ വിശ്വാസം വളരെ കുറവുണ്ട്. See, the Hebrews chapter 11:1 says, 11:7 വായിക്കും. somebody read Hebrews 11:1. This is the definition of faith. വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ ഇതാണ്. What is faith? എന്താണ് വിശ്വാസം? We have a lot of hope in our life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം പ്രതീക്ഷകളുണ്ട്. What is your hope of tomorrow? നാളത്തെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ എന്താണ്? Same as yesterday, the sun will rise and sun will go down. ഇന്നത്തെ പോലെ തന്നെ സൂര്യൻ ഉദിക്കും അസ്തമിക്കും. In between, we will do many things. അതിനിടയിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. That is our hope. അതാണ് നമ്മുടെ We have a great hope in our life. അതിനൊക്കെ വളരെ വലിയ പ്രത്യാശ നമുക്ക്. As the Bible was saying, yesterday, today, and forever, He is the same. നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും യഥാവായ ദൈവം. There is no change for our God and His attitude. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവത്തിനോ ദൈവത്തിനോ യാതൊരു മാറ്റവും. We have a great hope that the God is absolutely able to help me out in every situation. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മളെ വിളിപ്പാൻ കഴിയുന്നവരാണ് നമ്മുടെ ദൈവം. That we are not understanding when things come. Before that, we understand that God is going to help me out. നമുക്ക് പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപേ നമുക്കറിയാം ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ വിളിപ്പാൻ കഴിയുന്നവരാണ്. That is what faith. Faith is the assurance of things we hope for. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യാശയാണ് വിശ്വാസം. The faith says that the things are happened before it sees. നമ്മൾ കാണുന്നതിന് മുൻപേ കാണുമ്പോൾ വിശ്വസിക്കുന്നതാണ്. Faith is always lively. It can speak, it can hear, it can put into action our life. വിശ്വാസത്തിന് ജീവനുള്ളതാണ്. അത് കേൾക്കാൻ കഴിയും, കാണുവാൻ കഴിയും, ചെയ്യുവാൻ കഴിയും. The second thing says that it's the evidence of things we have not yet seen. നമ്മൾ കാണാത്ത കാര്യങ്ങളുടെ തെളിവാണ് വിശ്വാസം. That's what we can call it a proof. അതാണ് തെളിവെന്ന് പറയുന്നത്. Before we come to the land of America, we are holding a green card or what, maybe a paper or visa. We can show that, one day I will be there. അമേരിക്കയിൽ വരുന്നതിന് മുൻപ് നമ്മൾ വിസയോ ഗ്രീൻ കാർഡോ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മൾ അമേരിക്ക വരും. That is the proof we are keeping in our hand. നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്ന തെളിവായിരുന്നു. It's like an appointment letter for a job. ഒരു ജോലിക്ക് വേണ്ടി കയ്യിൽ വെച്ചിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ. Before we step into the door, we know that it is sure for me that this appointment letter is with me. നമ്മൾ അപ്പോൾ ആ ഓഫീസിൽ കാലം കുത്തുന്നതിന് മുമ്പേ നമുക്ക് ഉറപ്പുണ്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ. That is exactly what faith do. We have an evidence that things are going to happen in our life. അത് തന്നെയാണ് വിശ്വാസം. സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഉറപ്പ്. Concerning a believer, everything is happened by faith. ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ എല്ലാം വിശ്വാസത്താക്കാണ്. We are saved by faith. നമ്മൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു. The Bible says that we become children of God by faith. ദൈവം നമ്മൾ ദൈവമക്കളായി തീരുന്നത് വിശ്വാസത്താൽ. Galatians chapter 3:26 says we are called the sons of God by faith. ഗലാത്യർ 3:24 വായിക്കുന്നു നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്താൽ. As we all know that John 3:16 says that God so loved the world that He gave His only begotten Son, whoever